സജി ചെറിയാനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഭരണഘടനയും നിയമമനുസരിച്ച് സഗൗരവം ചെയ്യുന്നു. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി ആ ഭരണഘടനയെ തന്നെ അവഹേളിച്ചതാണ് ആദ്യഘട്ടത്തിൽ രാജിക്കിടയാക്കിയത്. നിയമസഭയിൽ ഖേദം പ്രകടിപ്പിച്ച രാജിയിൽ നിന്നൊഴിവാകാൻ അന്ന് മന്ത്രി സജി ചെറിയാൻ ശ്രമിച്ചിരുന്നു. ഏതെങ്കിലും രീതിയിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാനും ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾക്ക് പ്രചരണം ലഭിക്കുവാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ, കാരണം രാജ്യത്തിന്റെ ഭരണഘടനയോട് കൂറും വിധേയത്വമുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ, വ്യക്തി എന്ന നിലയിൽ അത് ഞാൻ അതിയായ ദുഃഖവും ഖേദവും പ്രകടിപ്പിക്കുന്ന കാര്യം കൂടി സഭയെ ബോധ്യപ്പെടുത്താൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ഖേദപ്രകടനങ്ങളൊന്നും ഭരണഘടനാ അവഹേളനത്തിന് ബദലായില്ല. മന്ത്രിസ്ഥാനം കടുത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിൽ സജി ചെറിയാൻ രാജിവെച്ച് അന്വേഷണത്തെ നേരിട്ടു. അതേസമയം പോലീസ് അന്വേഷണം പ്രഹസനമായതോടെ മന്ത്രി ഭരണഘടനയെ അവഹേളിക്കാൻ ഉദ്ദേശിച്ച് നടത്തിയ പ്രസംഗമല്ലെന്ന് അന്വേഷണ റിപ്പോർട്ടും വന്നു. ഈ പോലീസ് റിപ്പോർട്ടിന്റെ ബലത്തിൽ വീണ്ടും മന്ത്രിസ്ഥാനത്തെത്തിയ സജി ചെറിയാനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ഭരണഘടനയെ അല്ല ഭരണകൂടത്തെയാണ് താൻ വിമർശിച്ചതെന്ന് ന്യായീകരിച്ച സജി ചെറിയാൻ അതേ ഭരണകൂടത്തെ ഉപയോഗിച്ച് കേസ് അട്ടിമറിച്ചതായാണ് കോടതി നിരീക്ഷണം. ധാർമ്മികത, രാഷ്ട്രീയം എന്നിവയെല്ലാമാണ് ആദ്യഘട്ടത്തിൽ മന്ത്രിസ്ഥാനം നഷ്ടമാക്കാൻ സജി ചെറിയാനെ ഇടയാക്കിയതെങ്കിൽ ഇന്ന് ഹൈക്കോടതിയും അദ്ദേഹത്തിനെതിരാണ്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന CPM-നെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഹൈക്കോടതിയെയും ഭരണഘടനയും ധിക്കരിച്ചുകൊണ്ട് ഒരു മന്ത്രിയെ നിലനിർത്താനാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. മാർഷൽ വി സെബാസ്റ്റ്യൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.